നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഒരു പന്തിനെ കുറിച്ചാണ് ഈ എപ്പിസോഡ്. ട്രിയോണ്ട എന്ന ഫുട്ബോൾ തുകൽ പന്തിനെ കുറിച്ചാണ് ഈ എപ്പിസോഡ്. ട്രിയോണ്ടയാണ് വരുന്ന ലോകകപ്പ് ഫുട്ബോളിലെ ഔദ്യോഗിക പന്ത്. അഡിഡാസ്, പ്രമുഖ സ്പോർട്സ് ഉപകരണ നിർമ്മാതാക്കളായ അഡിഡാസ്, ജർമ്മൻ കമ്പനിയാണ്. അവരാണ് ട്രിയോണ്ട നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അവർ തന്നെയാണ് 1970 മുതൽ 15 ലോകകപ്പുകളിലായി, തുടർച്ചയായി 15 ലോകകപ്പുകളിലായി അഡിഡാസ് തന്നെയാണ് പന്തുകൾ നിർമ്മിക്കുന്നത്, ലോകകപ്പിനുള്ള പന്തുകൾ നിർമ്മിക്കുന്നത്. ഇതിനു മുമ്പ് ഖത്തറിൽ അൽ റിഹ്ലയായിരുന്നു. അതിനു മുമ്പ് 2018 റഷ്യയിൽ ടെൽസ്റ്റാർ ആയിരുന്നു. 2014 ബ്രസീലിൽ ബ്രസൂക്കയായിരുന്നു. ബ്രസൂക്കൊക്കെ വളരെ പേരെടുത്തിരുന്നു അന്ന്. പിന്നീട് 2010 ദക്ഷിണാഫ്രിക്കയിലെ ജബുലാനിയും ഭയങ്കര ഹിറ്റായിരുന്നു. ജബുലാനി ഒരു രക്ഷയില്ലാതെ പേരെടുത്ത ഒരു പന്തായിരുന്നു. അങ്ങനെ ഈ പന്തുകളെല്ലാം ട്രിയോണ്ടയുടേതായിരുന്നു. ട്രിയോണ്ട നിർമ്മിച്ച അഡിഡാസിൻ്റേതായിരുന്നു. അഡിഡാസ് ഒരു ജർമ്മൻ കമ്പനിയാണ്, അഡിഡാസിൻ്റേതായിരുന്നു. ഈ ട്രിയോണ്ട എന്ന വാക്കിൻ്റെ അർത്ഥം, ഈ തവണത്തെ ഔദ്യോഗിക പന്തായ ട്രിയോണ്ട എന്ന വാക്കിൻ്റെ അർത്ഥം 3 തിരമാലകൾ എന്നാണ്. 3 തിരമാലകൾ. അതിന് കാരണം 3 രാജ്യങ്ങളിലാണ് ലോകകപ്പ് നടക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് 3 തിരമാലകൾ എന്ന് വരുന്ന ട്രിയോണ്ട എന്നാക്കി മാറ്റിയത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, 3 രാജ്യങ്ങളെയും പ്രതിനിധാനം ചെയ്ത് 3 നിറങ്ങൾ നൽകിയിട്ടുണ്ട്. 3 രാജ്യങ്ങളെയും പ്രതിനിധാനം ചെയ്ത് 3 നിറങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ചുവപ്പ്, പച്ച, നീല നിറങ്ങളാണ്. ഇതുകൂടാതെ കാനഡയെ പ്രതിനിധാനം ചെയ്ത് മേപ്പിളിലെയും, മെക്സിക്കോയുടെ ഭാഗമായി കഴുകനെയും, അമേരിക്കയെ പ്രതിനിധാനം ചെയ്ത് നക്ഷത്ര ചിഹ്നവും പന്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക ഈ 3 രാജ്യങ്ങളിലാണ് നടക്കുന്നത്. ഈ 3 രാജ്യങ്ങളെയും പ്രതിനിധീകരിച്ച് ഓരോ ചിഹ്നങ്ങളും പന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പന്തിൽ ചിപ്പുള്ള പന്താണ്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇത്തവണയും ചിപ്പൊക്കെ ഉള്ള സാങ്കേതിക മികവേറുന്ന പന്താണ്. 14 ഗ്രാം ഭാരമുള്ള സെൻസർ ചിപ്പാണ് അതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. പന്തിൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും സാധിക്കും. അതിനാണ് ഈ ചിപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീരുമാനങ്ങൾ എടുക്കാൻ വാറിനെ സഹായിക്കും. ഈ വീഡിയോ അസിസ്റ്റൻ്റ് റഫറി എന്ന് പറയുന്ന, ഇപ്പോൾ പെനാൽറ്റിയൊക്കെ വന്നാൽ വാറാണ് ലൂടെയാണ് തീരുമാനിക്കുക. അപ്പോൾ അതിനൊക്കെ സഹായകരമാകുന്ന, വാറിലെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സഹായകമാകുന്ന ചിപ്പ് തന്നെയാണ് പന്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കളിക്കാർ പന്ത് തൊടുന്നത് കൃത്യമായി അറിയിക്കും. പന്ത് തൊടുമ്പോൾ അത് കൃത്യമായി അറിയിക്കും. ഏത് കാലാവസ്ഥയിലെയും ഏത് പ്രതലത്തിലും അനായാസം സഞ്ചരിക്കാനുള്ള മികവ് പന്തിനുണ്ട്. മത്സരത്തിന് മുമ്പായി ചിപ്പ് ചാർജ് ചെയ്യും. അത് ഇലക്ട്രിക് ചാർജ് ചെയ്യും. 6 മണിക്കൂറോളം ഒരു പന്ത് ഉപയോഗിക്കാം. ഈ ചിപ്പ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 6 മണിക്കൂറോളം ഈ പന്തിൽ ഉപയോഗിക്കാം. ആ പന്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ പന്തിന് പൊന്നും വിലയാണ്, ഭയങ്കര വിലയാണ്. ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിലയുള്ള പന്താണ് ട്രിയോണ്ട. ലോകകപ്പിലെ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ പന്ത് കൂടിയാണ് ട്രിയോണ്ട. സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതലുള്ളതിനാലാണ് ഇത്രയും വില. ഗംഭീര സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വില. ഇന്ത്യയിൽ ഒരു പന്തിന് 16,500 രൂപ. 16,500 രൂപയാണ് ഇന്ത്യയിൽ ഒരു പന്തിന് വില. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ആ പന്തിൻ്റെ ഒരു വലുപ്പവും വിലയും എന്താണെന്നുള്ളത്. എന്തായാലും ഞാൻ ഇത്രയും വിവരങ്ങൾ വായിച്ചത്, സംഘടിപ്പിച്ചത് പല സോഴ്സുകളിൽ നിന്നാണ്. അത് ഗൂഗിളുണ്ട്, മറ്റു പലതുമുണ്ട്. ഒപ്പം തന്നെ ദേശാഭിമാനി പത്രവും, ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഈ ട്രിയോണ്ടയെ കുറിച്ച് വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെ നന്ദി. ഇപ്പോൾ ഈ ദേശാഭിമാനി ഗൂഗിളിലെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്.